ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പുട്ടിൻ്റെ പരുവത്തിനൊന്ന് നനച്ചെടുത്തിട്ട് വരാം. പുട്ടുപൊടിയെല്ലാം പാകത്തിനൊന്ന് നനച്ചെടുത്താൽ പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടിയാണ് നമ്മുടെ പുട്ടിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ പുട്ടുകുറ്റി തന്നെയാണ് എടുത്തിരിക്കുക. നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മളിതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നനച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നടുവിലും മുകളിലുമായിട്ട് കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടിയുടെ നന്നായിട്ട് ആവിയൊക്കെ ഒന്ന് വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽപുട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്ക് യാതൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം പഴം കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. ഇത് പക്ഷേ ചൂടോടുകൂടി ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്